ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഫോർ ഓഫ് ലൂപ്പ് ആണ്. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചപ്പോൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ പഠിച്ചിരുന്നു. സോ ES6ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു ലൂപ്പാണ് ഫോർ ഓഫ് ലൂപ്പ്. സോ ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് അറേസിൻ്റെ കൂടെയും അതുപോലെ സ്ട്രിങ്ങിൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോർ ഓഫ് ലൂപ്പിൽ നമ്മളൊരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അറേക്കുള്ളിൽ അതുപോലെ സ്ട്രിങ്ങിനുള്ളിൽ ഓരോ വാല്യൂ ആക്സസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആ ഒരു വേരിയബിൾ ഉപയോഗിച്ച് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കും. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ ആദ്യം ഒരു അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ നമ്മളിവിടെ വാർ അറേ 1. സോ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസിൻ്റെ പേരാണ് കൊടുക്കുന്നത്. സോ നമ്മളിവിടെ ഒനിയൻ, അതുപോലെ കാബേജ്, ടൊമാറ്റോ, അതുപോലെ ഗാർലിക്. സോ ഇത്രയും വെജിറ്റബിൾസിൻ്റെ ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ സാധാരണ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചും ഇതിലുള്ള ഓരോ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ഇറ്ററേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫോർ ഓഫ് ലൂപ്പ്. നമ്മൾ ES6ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോർ ഓഫ് ലൂപ്പ്. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ഫോർ ഓഫ് ലൂപ്പ് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ കൊടുക്കേണ്ടത് ഫോർ എന്ന് കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫോർ ലൂപ്പ് ചെയ്യുന്നത് പോലെ തന്നെ. അതിനുശേഷം ഒരു വേരിയബിൾ നമുക്ക് കൊടുക്കാം. സോ നമ്മളിവിടെ ലെറ്റ് എക്സ് ഓഫ് ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആയിരിക്കും നമ്മൾ ഏതാണ് അറേയാണോ സ്ട്രിങ് ആണ് അതിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്, അതിലെ വാല്യൂ ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ അറേയുടെ പേര് കൊടുക്കുക ARR1. സോ ഇപ്പോൾ ഈ എക്സ് ഇതിലെ ഓരോ വാല്യൂസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കത് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ ജസ്റ്റ് എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒനിയൻ, ക്യാബേജ്, ടൊമാറ്റോ, ഗാർലിക് എന്ന് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു അറേയോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെയോ ഇറ്ററേറ്റ് ചെയ്യുന്നതിന് അഥവാ അതിലെ ഓരോ വാല്യൂ ഇതുപോലെ ആക്സസ് ചെയ്യുന്നതിന് നമുക്ക് ഫോർ ഓഫ് ലൂപ്പ് ഉപയോഗിക്കാം. വളരെ ഈസിയായി ഉപയോഗിക്കാം. ഫോർ ലൂപ്പ് ആണെങ്കിൽ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ചപ്പോൾ ചെയ്ത് അതുപോലെ ചെയ്യേണ്ടി വരും. ഫോർ ഓഫ് ആണെങ്കിൽ നമുക്ക് വളരെ ഈസിയായി ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഉദാഹരണമായി ഞാനിവിടെ എക്സ് പ്ലസ് വെജ് എന്ന് കൊടുക്കുന്നു, ഇതുപോലെ വെജ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വാല്യൂൻ്റെ കൂടെയും നമ്മൾ ആഡ് ചെയ്ത ഒരു വാല്യൂ ഒനിയൻ വെജ്, ക്യാബേജ് വെജ്, ടൊമാറ്റോ വെജ്, ഗാർലിക് വെജ് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അറേ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും. സെയിം നമുക്ക് മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. സോ വാർ നം എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് കൊടുക്കാം. 10, 20, 30, 40. ഓക്കെ, സോ നമുക്കിനി ഈ ഒരു അറേക്കുള്ളിലെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ വാർ ലെറ്റ് എക്സ് ഓഫ് നം ഈ ഒരു വേരിയബിളാണ് ഇതിലെല്ലാ വാല്യൂം ആക്സസ് ചെയ്യുന്നത്. ലെറ്റ് എക്സ് ഓഫ് നം. സോ നമുക്ക് സേവ് ചെയ്യാം. സോ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 10 വെജ്, 20 വെജ്, 30 വെജ് നമ്മളിവിടെ വെജ് എന്ന് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. സോ നമ്മൾ തൽക്കാലം ഇത് വെജ് ഡിലീറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ വാല്യൂ നമുക്കിതുപോലെ 10, 20, 30, 40 എന്ന് ലഭിക്കും. ഉദാഹരണമായി നമുക്ക് ഈ നമ്പറിൻ്റെ കൂടെ എല്ലാ നമ്പറിൻ്റെ കൂടെ നമ്മൾ 10 നമ്പറിനെ നമുക്ക് 10 കൊണ്ട് ഗുണിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ എക്സ് ഇൻറ്റു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 10 എന്ന് കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇവിടെ ആ ഒരു അറേക്കുള്ളിലെ വാല്യൂ 100, 200, 300, 400 അതിലെ ഓരോ വാല്യൂസിനെയും നമ്മൾ 10 കൊണ്ട് ഗുണിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്തരം ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഫോർ ഓഫ് ലൂപ്പ് ഉപയോഗിക്കാം. അതുപോലെ നമുക്കിത് സ്ട്രിങ്ങിൻ്റെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ മറ്റൊരു വാർ str ഞാനിവിടെ ഹലോ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഹലോ എന്ന് കൊടുക്കുന്നു. ശേഷം ഈ ഹലോ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങിനെയും നമുക്ക് ഇറ്ററേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ ഓരോ സ്ട്രിങ്ങും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും, ഓരോ ടെക്സ്റ്റും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിവിടെ ലെറ്റ് എക്സ് ഓഫ് str എന്ന് കൊടുക്കാം. str എന്ന് കൊടുത്ത ശേഷം നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. എക്സ് എന്ന് പറയുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് HELLO എന്ന് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഇത് നമുക്ക് ഇനി മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ കൂടെ നമ്മൾ ഉദാഹരണമായി നമ്മളിവിടെ ING കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ING കൊടുക്കാം, സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടെക്സ്റ്റിൻ്റെയും കൂടെ നമുക്ക് ING എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഹിങ്, ഇങ്, ലിങ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിതുപോലെ ഈ ഒരു ഫോർ ഓഫ് ലൂപ്പ് ഉപയോഗിച്ച് നമ്മുടെ അറേക്കുള്ളിലെയോ അല്ലെങ്കിൽ സ്ട്രിങ്ങിനുള്ളിലെ ഓരോ വാല്യൂസിനെയും നമുക്കിതുപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ഇറ്ററേറ്റ് എന്ന് പറയുന്നത്.
ഇത് ഫോർ ഓഫ് ലൂപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഫോർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത ശേഷം ഓഫ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. അതിനുശേഷം ഏത് അറേയാണോ ഏത് സ്ട്രിങ്ങിനെയാണോ നമ്മൾ ഇറ്ററേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേര് കൊടുക്കുക. സോ നമുക്കിത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചും ചെയ്യാം. അതിനേക്കാളും കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഫോർ ഓഫ് ലൂപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ സാധിക്കും.